ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിംസ് ലൈവ്. ഇന്ന് നമ്മൾ ബയോസ്റ്റാറ്റിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് അരിത്മെറ്റിക് മീനിൽ സ്റ്റാർട്ട് ചെയ്യാം. അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെഷർമെൻറ്റ് മെത്തേഡാണ്. ഇവിടെ നമ്മൾ വാല്യൂസ് ആദ്യം നമ്മൾ സം ചെയ്യും, എന്നിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കിയിട്ട് അത് ഡിവൈഡ് ചെയ്യും. അതായത് നിങ്ങൾക്ക് അറിയാം എന്താണ് ആവറേജ് നിങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയില്ല, അതേപോലെ തന്നെ അത് ചെയ്യാം. ദാറ്റ് ഈസ് ഇപ്പോൾ 3, 5, 9 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം ആഡ് ചെയ്യും. 3 + 5 + 9 എന്ന് ആഡ് ചെയ്യും, എന്നിട്ട് ഡിവൈഡ് ബൈ 3. ഇതാണ് എന്ത് അരിത്മെറ്റിക് മീൻ. ഓക്കെ, സോ ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഷോർട്ട് കട്ട് മെത്തേഡും വരുന്നുണ്ട്. ഓക്കെ, സോ ഡയറക്റ്റ് മെത്തേഡ് വരുന്നുണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡ് വരുന്നുണ്ട്. സോ ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് ഇൻഡിവിജ്വൽ ഡാറ്റയ്ക്കും ഡിസ്ക്രീറ്റ് ഡാറ്റയ്ക്കും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഡാറ്റയ്ക്കും ഈ ഷോർട്ട് കട്ട് മെത്തേഡ് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, സോ എന്താണ് ഈ അരിത്മെറ്റിക് മീനിൻ്റെ ഒരു പ്രോപ്പർട്ടി? അതായത് ഇത് യുണീക്കാണ്. ഓക്കെ, യുണീക്കാണ്, സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കും അല്ലേ, സിംപ്ലിസിറ്റി ആണ്, യുണീക്കാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ലാസ്റ്റ് വാല്യൂ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വാല്യൂ എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ നമ്പർ 3ഉം 5ഉം ഉണ്ട്, പിന്നെ അടുത്ത് നമ്മൾ 100 ആണ് നമ്മുടെ കയ്യിലെ നമ്പർ. സോ അപ്പം ഈ ഒരു വാല്യൂവിൻ്റെ എഫക്റ്റ് ചെയ്യൂലേ ഈ ബാക്കിയുള്ള വാല്യൂ? നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. കാരണം ഒന്ന് വലിയ നമ്പർ ബാക്കിയുള്ളൊക്കെ ചെറിയ നമ്പർ ആകുമ്പോൾ എന്തായാലും ആൻസറിൽ ഒരു വേരിയേഷൻ വരും ആ ലാസ്റ്റ് 100 നമ്പർ കാരണം. അപ്പം അതാണ് പറഞ്ഞത്, ഒന്ന് ഇത് യുണീക്കാണ്, രണ്ടാമത്തത് സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കും, ലാസ്റ്റ് വാല്യൂ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ്ട്രീം വാല്യൂ നമ്മളുടെ ഇക്വേഷനെ നമ്മളുടെ പ്രോബ്ലത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ദേ ഹാവ് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ഡിവിഷൻ നെഗറ്റീവ് ഡിവിഷൻ വിൽ ബി ബാലൻസ്. ഇതാണ് 4 പോയിന്റ്സ് അല്ലെങ്കിൽ 4 പ്രോപ്പർട്ടീസ് ഓഫ് ദി അരിത്മെറ്റിക് മീൻ. നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. അഡ്വാൻറ്റേജ് പറയുമ്പോൾ നമ്മൾ ഈസിലി കാൽക്കുലേറ്റഡ് ആണ് ആൻഡ് ഈസിലി അണ്ടർസ്റ്റാൻഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇറ്റ് ഇസ് ഡിഫൈൻഡ് കറക്റ്റ്ലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് നോട്ട് എഫക്റ്റിംഗ് ബൈ സാമ്പിളിംഗ് ഒന്നും എഫക്ട് ചെയ്യില്ല എന്നാണ്, ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ ഡാറ്റൻ്റെ ബേസിലാണ് എന്നുള്ള കാര്യം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് x1 + x2. നമ്മുടെ കയ്യിൽ ഡാറ്റ തന്നിട്ടുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞു x1 x2 ഡാറ്റ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് മൊത്തം ആഡ് ചെയ്യുക ആൻഡ് ദെൻ ഡിവൈഡ് ബൈ എത്ര നമ്പർ ഉണ്ടെന്നുള്ളത്. അതാണ് ഇവിടെ തന്ന ഇക്വേഷൻ. സോ ഇഫ് നമ്മുടെ കയ്യിൽ n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ദെൻ വാല്യൂ വിൽ ബി എത്രയായിരിക്കും, ഡിവൈഡ് ബൈ n ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് അതാണ് നമ്മളുടെ ഇഫ് ദ ഡാറ്റ ഇസ് കണ്ടിന്യൂസ് ഡാറ്റ ആണെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തഡാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് ഡാറ്റയാണെങ്കിൽ ഇഫ് നമ്മുടെ കയ്യിൽ ഡിസ്ക്രീറ്റ് ഡാറ്റ ആണെങ്കിൽ ഇതാണ് ഒരു ഡിസ്ക്രീറ്റ് ഡാറ്റ തന്നത്. സോ നമ്മളിവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എഫ് സമ്മേഷൻ ഓഫ് i = 1 × n എഫ് എക്സ് ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ സം ഓഫ് എഫ് ആണ് വരിക. ഓക്കെ, അതായത് എന്താണ് നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, അതായത് എഫ് × എക്സ് നമ്മൾ കണ്ടെത്തണം അല്ലേ. 20 × 5 100, ദെൻ 30 × 7 210. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും എഫ് എക്സ് കണ്ടെത്താം. എന്നിട്ട് ഈ എഫ് എക്സിനെ, അപ്പോൾ അതാണ് നമുക്ക് എഫ് എക്സ് കിട്ടി, അത് ഇനി എഫ് എക്സ് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ എഫ് എക്സ് കണ്ടെത്തി കഴിഞ്ഞാൽ എഫ് എക്സ് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡിവൈഡ് ബൈ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ഇതിൻ്റെ മൊത്തത്തിലുള്ള സമ്മാണ് അല്ലേ, മൊത്തത്തിലുള്ള സമ്മാണ്. നേരത്തെ നമ്മൾ എങ്ങനെയാണ് സം ചെയ്തത്, നേരത്തെ നമ്മളിവിടെ എത്ര വാല്യൂസ് ഉണ്ടെന്ന് നോക്കിയത് അല്ലേ, 20 30. നേരത്തെ നമ്മളിവിടെ നമ്മൾ നോക്കിയത് ഇങ്ങനെ 1 2 നമ്പർ ഇട്ടിട്ട് നമ്മളിപ്പോൾ 6 വാല്യൂസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മളിവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അതായത് ഈ നമ്പർ ഇത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഫ്രീക്വൻസിൻ്റെ അർത്ഥം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്രീക്വൻസിൻ്റെ സമ്മാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, എന്താണ് ഫ്രീക്വൻസിൻ്റെ സമ്മാണ് കൊടുക്കേണ്ടത്. സോ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്, അതായത് എഫ് എക്സ് കണ്ടുപിടിക്കുക. നമ്മൾ ആദ്യം എഫ് എക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനോട് എന്ത് ഡിവൈഡ് ചെയ്യുക, ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്യാം. എന്നാൽ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റയാണ് ഇതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഡാറ്റ തരുമ്പോഴാണ് നമ്മൾ ഈ ഒരു കേസ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഡാറ്റ കണ്ടിന്യൂസ് ഡാറ്റയാണെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇഫ് കണ്ടിന്യൂസ് ഡാറ്റയാണെങ്കിൽ എന്തായിരിക്കും, സെയിം കാര്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റെപ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡാറ്റ എന്തായിരിക്കും, നമുക്ക് ഡാറ്റ കിട്ടി തന്നിരിക്കുന്നത് ഒരു ഇൻ്റർവെല്ലായിരിക്കും ഡാറ്റ ഉണ്ടായിരിക്കുക അല്ലേ. 30 to 40 അങ്ങനെ ഒരു ഇൻ്റർവെല്ലാണ് ഡാറ്റ പ്രസൻറ്റ് ആയിരിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഈ ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ 30 40 ആണെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് എത്രയായിരിക്കും വരിക, 35 ആയിരിക്കും അല്ലേ. ആൻഡ് ഇവിടെ 70 80 ആണെങ്കിൽ 75. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്താം. എന്നിട്ട് ഈ മിഡ് പോയിൻ്റ് കൊണ്ട് നമ്മുടെ ഫ്രീക്വൻസി ഇൻഡു ചെയ്യുക. അതായത് ഇവിടെ 5 ആണ്. സോ മിഡ് പോയിൻ്റ് ഫ്രീക്വൻസി ഇൻഡു ചെയ്യുക. നമ്മുടെ ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. അതായത് എഫ് എക്സ്
സം ഓഫ് എഫ് എക്സ് ഡിവൈഡ് ബൈ സം ഓഫ് എഫ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി നമുക്കിവിടെ കറക്റ്റായിട്ടുള്ള എക്സ് വാല്യൂ നമുക്ക് അറിയില്ല, ഒരു ഇൻ്റർവെൽ തന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മിഡിൽ പോർഷൻ ആയിരിക്കും അതിൻ്റെ എന്തായിരിക്കാം എക്സ് വാല്യൂ നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതിന് നമ്മൾ എന്താ F1 മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് സം ചെയ്യുക, എഫ് ഫ്രീക്വൻസി സം ചെയ്യുക, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. സോ ഇതാണ് മീൻ, അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ജോമെട്രിക് മീൻ ആണ്. ജോമെട്രിക് മീൻ. ഓക്കെ, ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി nth റൂട്ട് ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് n വാല്യൂ. അതായത് ഒരു വാല്യൂവിൻ്റെ nth റൂട്ടാണ്, nth റൂട്ട് ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് n വാല്യൂ. n വാല്യൂവിൻ്റെ nth റൂട്ടിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് x1, x2, x3 ഇതൊക്കെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ nth റൂട്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു വാല്യൂസ് തന്നിട്ടുണ്ട്, x1, x2, x3 നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജോമെട്രിക് മീൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും, x1 ഇൻറ്റു x2 ദെൻ x2 ദെൻ അപ് ടു xn വരെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ x3 അങ്ങനെ x4 x5 അങ്ങനെ എഴുതിയിട്ട് xn വരെ തന്നിട്ടുണ്ട്. ഇൻറ്റു ബ്രാക്കറ്റ് എടുത്തിട്ട് നമ്മൾ 1/n വേർ n ആയിരിക്കും നമ്മൾ എന്ത് n ആണ് എത്ര വാല്യൂസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് ഐറ്റം ആണ് n. അതായത് ഒന്നെങ്കിൽ 1/6 അല്ലെങ്കിൽ 1/5, നമുക്ക് 5 എണ്ണാണുള്ളതെങ്കിൽ അല്ലെങ്കിൽ 1/5 അങ്ങനെ ആയിരിക്കും വരുന്നത്. സോ ഇനിയിപ്പോൾ നമുക്ക് ലാർജ് വാല്യൂ ആണ് തന്നതെങ്കിൽ ദെൻ വി ക്യാൻ യൂസ് ലോഗും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ ലോഗ് gm ഈക്വൽ ടു ലോഗ് റൂട്ട് ഓഫ് x1, x2, xn വരെ. ഓക്കെ, സോ ഇത്രയാണ് ജോമെട്രിക് മീനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് harmonic mean. The harmonic mean of n value is a reciprocal of the mean of the reciprocal of the value. Okay, അപ്പോൾ അതിന് ഇക്വേഷൻ എന്താണ്, HM is equal to n by sum of reciprocals ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് പൊസിഷണൽ ആവറേജ്. അതായത് നേരത്തെ നമ്മൾ ക്ലാസിഫിക്കേഷൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, എന്തൊക്കെയാണ്, ഒന്ന് മാത്തമാറ്റിക്കലുണ്ട്, പൊസിഷണലുണ്ട്. സോ അതിൽ രണ്ടാമത്തതാണ് പൊസിഷണൽ. സോ പൊസിഷണൽ ആവറേജിൽ വരുന്നതാണ് മീഡിയൻ. ഓക്കെ, മീഡിയൻ എന്ന് പറയുമ്പം മീഡിയൻ വിൽ ബി മിഡിലത്തെ ടേം ആയിരിക്കും മീഡിയൻ വരിക. ഓക്കെ, ഒരു മിഡിലുള്ള ടേം ആയിരിക്കും മീഡിയൻ വരിക. സോ നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട് 3, 5, 6, 9, 10, 11 അങ്ങനെ 12 തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ മീഡിയൻ നമ്മൾ കാണാൻ പറ്റും. ഇതിൻ്റെ മീഡിയൻ ഏതായിരിക്കും വരിക, ഇതിൻ്റെ മിഡിലത്തെ ടേം ആയിരിക്കും അല്ലേ. സോ ഈ 9 ആയിരിക്കും ഇതിൻ്റെ മീഡിയൻ വരിക. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ മിഡിലത്തെ ടേം ആയിരിക്കും. സോ അതിന് മുന്നേ ഇതിപ്പോൾ ഞാനിവിടെ തന്നത് വാല്യൂ എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിലാണ് തന്നത് അല്ലേ. പക്ഷേ നിങ്ങൾക്കിപ്പം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് വാല്യൂസ് അസെൻഡിങ് ഓർഡറിലല്ല തരിക. അപ്പം നിങ്ങൾ ആ ഫസ്റ്റ് എന്ത് ചെയ്യണം, അത് അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ മാറ്റി എഴുതുക. എന്നിട്ട് അതിൽ നടുവിൽ വരുന്ന വാല്യൂവിനാണ് നമ്മൾ എന്തെന്ന് പറയുക, മീഡിയൻ എന്ന് പറഞ്ഞത്. എം എച്ച് നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്തും കൂടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പൊസിഷണൽ ആവറേജ് എന്നും കൂടെ പറയുന്നുണ്ട്. സോ 4 പോയിന്റ്സ് ഇവിടെ ആലോചിക്കേണ്ടത്. അതായത് ഇത് മിഡിൽ വാല്യൂ ആണ്. സെക്കൻഡ് വേണം നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇത് നമുക്ക് എം വെച്ച് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളുടെ ഡാറ്റേനെ 2 പോർഷനാക്കി നമുക്ക് ഡാറ്റനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് നമ്മൾ പൊസിഷണൽ ആവറേജ് എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ് ഒബ്സർവേഷൻ നമുക്ക് നോക്കാം. അതായത് ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ എന്തായിരിക്കും, n+1/2 ആയിരിക്കും വരിക. ഓക്കെ, n+1/2 ആയിരിക്കും വരിക. എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ഓഡ് നമ്പർ ആണെങ്കിൽ. ഇനിയിപ്പം ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ n/2 + n/2 + 1 / 2. ഓക്കെ, ഇതാണ് ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദെൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് 168, 173, 153, 163 ആൻഡ് 158. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, 5 എണ്ണം ഉണ്ട് അല്ലേ. സോ 5 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാണ്, ഓഡ് ആണോ ഈവൻ ആണോ, ഓഡ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറിൻ്റെ ഇക്വേഷൻ. അത് എന്താണ് ഇക്വേഷൻ, n+1/2 ആണ് യൂസ് ചെയ്ത ഇക്വേഷൻ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്, 5 ആണ് അല്ലേ. സോ 5 + 1/2. ഓക്കെ, അതായത് 6/2. അപ്പോൾ നമ്മളുടെ വാല്യൂ എത്ര വന്നത്, 3 ആണ് വന്നത്. അതായത് തേർഡ് ടേം ആണ് 163. അപ്പോൾ നമ്മളുടെ മീഡിയൻ ഏതാ വന്നിരിക്കുന്നത്, 163 ആണ് നമ്മളുടെ മീഡിയൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇനിയിപ്പം ഈവൻ നമ്പർ ആണെങ്കിലും ഈ സെയിം കാര്യമാണ് വരുന്നത്, ഇക്വേഷൻ മാറുന്നുണ്ടെന്നുള്ളൂ. അതാണ് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ക്രീറ്റ് ഒബ്സർവേഷൻ.
ഓക്കെ, ഡിസ്ക്രീറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ നമുക്ക് ഒരു ഫ്രീക്വൻസിയും കൂടെ തന്നിട്ടുണ്ട്. സോ ഫ്രീക്വൻസി തരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നമുക്ക് ഫ്രീക്വൻസി കൂട്ടണം അല്ലേ? അത് നേരത്തെ മീനിലായാലും നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ആഡ് ചെയ്യണം. അതാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇത് ഇക്വേഷൻ എന്തായിരിക്കും? n/2 + 1 തന്നെയാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അതായത് ഓഡ് നമ്പറിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. സോ നമുക്കത് ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ മനസ്സിലാവും. ദാറ്റ് ഈസ് ഇതാ ഒരു ഫൈൻ മീഡിയൻ ഓഫ് ഡെയിലി വേജസ് ഓഫ് എംപ്ലോയി ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, അതായത് ഇവിടെ നോക്കൂ, ഇൻ ദിസ് കേസ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ n+1/2 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? n+1/2 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം n കണ്ടുപിടിക്കണം. n എന്ന് പറഞ്ഞതാണ് നമ്പർ ഓഫ് ടേംസ് ആണ്, അത് നമ്പറാണ്. അതായത് അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി എന്നതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ ആഡ് ചെയ്യും. അതാണ് 55. അപ്പോൾ 55 ആണ് നമ്മളുടെ n എന്ന് പറഞ്ഞാൽ. അപ്പം 55 + 1/2. ഓക്കെ, അതായത് 56/2. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് എത്രയാണ്? 28 ആണ് കിട്ടുന്നത്. ഓക്കെ, 28. അപ്പം 28 എന്ന് പറയുമ്പം എവിടെയാണ് വരിക? ഇവിടെ നമുക്ക് നോക്കാം. ഈ ടേബിളിൽ എന്താണ്? ഈ ടേബിൾ 27 ഉണ്ട്, 47 ഉണ്ട്. അപ്പം 28 എന്ന് പറയുമ്പം എന്തായാലും 47ൻ്റെ മുന്നല്ലേ, എന്നാൽ 27ന് ശേഷമാണ് അല്ലേ? അപ്പം നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? 47ൻ്റെ നേരെ വരുന്നത് ഏതാണത്? 190 ആണ് വരുന്നത്. ഓക്കെ, 190. സോ 190 ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ മീഡിയൻ ഏതായിരിക്കും? 190 ആണ് നമ്മളുടെ മീഡിയൻ. ഓക്കെ, സോ ഇത്രയാണ് ഇത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കണ്ടിന്യൂസ് ഒബ്സർവേഷൻ. സോ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ക്ലാസ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ക്ലാസ് ഓഫ് ഡാറ്റ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത്. അതായത് ഇക്വേഷൻ ഇസ് മീഡിയൻ ഈക്വൽ ടു L + n/2 - CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി / F × I. ഓക്കെ, ഇതിൽ n/2 ആണ് നമ്മൾ മീഡിയനായിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് കാൽക്കുലേറ്റ് ദ മീഡിയൻ ഫ്രം ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഈ ഒരു ഡാറ്റ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L + n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി -F × I ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ട കാര്യം എന്താണ്? n/2 കാണാം. അപ്പം n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി സം ചെയ്തതാണ് അല്ലേ? അപ്പം ഫ്രീക്വൻസി ഇത്രയാണ് സം ചെയ്ത് നമുക്ക് എത്ര വാല്യൂ കിട്ടിയത്? അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ എത്ര നമുക്ക് വാല്യൂ കിട്ടിയത്? n ഫ്രീക്വൻസി സം ചെയ്തതിനാൽ 50. അപ്പോൾ 50/2 അതായത് 25 ആണ് വരുന്നത്. ഓക്കെ, 25. ഇനി അടുത്ത പറഞ്ഞാൽ അപ്പം 25. സോ 25th ടേമാണ് നമ്മൾ നോക്കേണ്ടത്. 25th ടേം എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക? ഈ 20നും 36ൻ്റെയും ഇടയിലാണ് വരുന്നത്. അതായത് അപ്പോൾ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? 120, 140 ഉള്ള ടേമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനി ഇതിൽ L എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോവർ ലിമിറ്റ് ആണ്. ഓക്കെ, ഇതിൽ ഏതാ ലോവർ ലിമിറ്റ്? 120 ആണല്ലേ? സോ 120 ആണ് L എന്ന് പറഞ്ഞാൽ. CF എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ബിഫോർ മീഡിയൻ ക്ലാസ്. അതായത് ഇവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 50 പോയിട്ട് എടുക്കരുത്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ബിഫോർ മീഡിയൻ ക്ലാസ് ആണ്. അതായത് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ഓക്കെ, തൊട്ട് മുന്നത്തെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അതായത് 20 ആണ് ഇവിടുത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി അടുത്ത താഴെ എന്താ വരുന്നത്? F ആണ് വരുന്നത് അല്ലേ? സോ F എന്തായിരിക്കും? F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്. ഓക്കെ, മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ്. അതായത് എത്രയാണ് വരുന്നത്? 16. ഓക്കെ, എന്താണ് മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി വരുന്നത്? അതായത് 16 ആണ് വരുന്നത്. എന്നിട്ട് നമ്മൾ I എന്ന് പറയുമ്പം എന്താണ് വരുന്നത്? ലെങ്ത് ഓഫ് ദി മീഡിയൻ ക്ലാസ്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇൻ്റർവൽ അല്ലേ? 120, 140 ആണ്. അപ്പം എന്തായിരിക്കും ഇൻ്റർവൽ വരുന്നത്? 20. അപ്പം അതാണ് I. ഓക്കെ, സോ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ വേണ്ടത്. സോ ഒന്നും കൂടെ പറഞ്ഞുതരാം. മോഡ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഒരു ടേം റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതിനാണ് നമ്മൾ മോഡ് എന്ന് പറയാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പം 3, 2, 5, 6. അപ്പം ഇതിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത നമ്പർ ഏതാണ്? 3 അല്ലേ? അപ്പം അതാണ് അതിൻ്റെ മോഡ്. ഓക്കെ, അത് നമ്മൾക്ക് m0 വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ അത് ഇൻഡിവിജ്വൽ ഡാറ്റയ്ക്കും ഡിസ്ക്രീറ്റ് ഡാറ്റയ്ക്കും കണ്ടിന്യൂസ് ഡാറ്റയ്ക്കും നമ്മൾ ഈ മോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പം അതേപോലെ തന്നെ മോഡ് ചില സമയത്ത് ഇപ്പം ഒരുപാട് നമ്പർ ഇപ്പം 3, 3, 2, 2, 5, 5, 6, 6 അങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ
അതിൻ്റെ കേസിൽ ആ ഒരു കേസിൽ നമുക്ക് മോഡ് ഉണ്ടായിരിക്കില്ല. ഇനി ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റയ്ക്കും ഡിസ്ക്രീറ്റ് ഡാറ്റയിലേക്കും കണ്ടിന്യൂസ് ഡാറ്റയിലേക്കും മോഡ് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. സോ ഇൻഡിവിജ്വൽ ഡാറ്റ ആണെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, നമ്മളിപ്പം ഒരുപാട് നമ്പർ തന്നിട്ടുണ്ട് അല്ലേ, 120 121 അങ്ങനെ നമ്പർ തന്നിട്ടുണ്ട്. സോ ഈ നമ്പറിൽ നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എഴുതാം. അപ്പോൾ 120 ആണെങ്കിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 3 times. 121 ആണെങ്കിൽ 2 times. അങ്ങനെ ഓരോന്നും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത നമ്പർ ഏതാ നോക്കുക. അതായത് ഇവിടെ എത്രയാണ്? 122 ആണ്, 4 times റിപ്പീറ്റ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ മോഡ് എന്തായിരിക്കും? 122 ആയിരിക്കും ഇതിൻ്റെ മോഡ്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ഡാറ്റ. സോ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കണം ആദ്യം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ L1 നേരത്തെ നമ്മൾ മോഡ് മീഡിയൻ്റെ കാര്യം പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഇക്വേഷൻ വരുന്നത് ഏകദേശം. ദാറ്റ് ഇസ് L1 പ്ലസ് F1 മൈനസ് F0 ബൈ 2F മൈനസ് F0 മൈനസ് F2 ഇൻറ്റു I. ഓക്കെ, സോ ഇവിടെ L1 എന്ന് പറയുന്നതാണ് ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ് ആണ്. ഓക്കെ, ലോവർ ലിമിറ്റ് ആണ്. പിന്നെ F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി മോഡൽ ക്ലാസ്, ആൻഡ് F0 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി പ്രീവിയസ് ക്ലാസ്, F2 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി നെക്സ്റ്റ് ക്ലാസ്, ആൻഡ് I എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവൽ. സോ ഈ ഒരു കേസിൽ നമുക്ക് നോക്കാം. 52 ആണ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത നമ്പർ. സോ 52 നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഇൻ്റർവെല്ലാണ് തന്നത് അല്ലേ, 18 ഉം 22 ആണ്. അപ്പം നമുക്ക് ആൻസർ എഴുതണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ വാല്യൂ വേണ്ട, അപ്പം നമുക്കത് എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോമുല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് L1 എന്ന് പറഞ്ഞാൽ നേരത്തെ എന്തായിരുന്നു അവൻ പറഞ്ഞത്? ലോവർ ലിമിറ്റ് ആണ്, മോഡൽ ക്ലാസ് ലോവർ ലിമിറ്റ്, അതായത് 18. ഓക്കെ, പ്ലസ് F1 മൈനസ് F1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ഓഫ് ദി മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? ഫ്രീക്വൻസി മോഡൽ ക്ലാസ്സിൻ്റെ 52 അല്ലേ. ഇനി F0 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി പ്രീവിയസ് ക്ലാസ്, F0. അതായത് ഇത് 0, ഇത് 1, ഇത് 2 നിങ്ങൾ കൺസിഡർ ചെയ്യാം. നമ്മളുടെ വാല്യൂ കിട്ടിയ വാല്യൂൻ്റെ മുന്നേ അത് 0യും അതിന് ശേഷം 2 ആണ് കേട്ടോ. അപ്പം എന്താണ്? ഇതിൻ്റെ മുന്നുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ്, അത് എത്രയാണ് വരുന്നത്? 47. അപ്പോൾ 52 മൈനസ് 47 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു F1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്രീക്വൻസി ഓഫ് ദി മോഡൽ ക്ലാസ്. അപ്പോൾ 2 ഇൻറ്റു 52 മൈനസ് 47 മൈനസ് F2 എന്ന് പറഞ്ഞാൽ 36, അതായത് ശേഷമുള്ള ക്ലാസ്സിൻ്റെ 36. സോ അതാണ് ഈ ഒരു ഇക്വേഷനിലൂടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻറ്റു I എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് എത്ര? 18 19 20 21 22. സോ നമുക്കൊരു ഡിഫറൻസ് വരുന്നത് എത്രയാണ്? 4 ആണ് വരുന്നത് അല്ലേ. അപ്പം അതാണ് ഇവിടെ 4. എന്നിട്ട് നമുക്കൊരു ഇക്വേഷൻ സോൾവ് ചെയ്തതിനാൽ വി വിൽ ഗെറ്റ് ദി ആൻസർ.